അഹമ്മദ് സാറേ, നമസ്കാരം. നമസ്കാരം. ഇന്ന് നബിദിനമാണ്. അതെ, ഇന്ന് നബിദിനാണ്. അപ്പോൾ സാറ് ആഘോഷങ്ങൾ നമ്മളെല്ലാവരും ചെറിയ തോതിൽ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സംശയം, അതായത് ഇസ്ലാമിൽ ഈ ബർത്ത്ഡേയോട് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? ബർത്ത്ഡേ ആഘോഷിക്കുന്ന രീതിയോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അത് രണ്ട് തരത്തിലുണ്ട് സാർ. അത് ശരിയാണ്, നല്ല ചോദ്യമാണ്, നല്ല ദിവസമാണ്. നമ്മൾ ഇന്നിപ്പോൾ പ്രവാചകൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നൊരു ദിവസമാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ ജനിക്കുന്നതും ഒരു കോയിൻസിഡൻസ് എന്ന് പറയാം. ഈ അറബ് ഹിജ്റ കലണ്ടർ ഉണ്ടല്ലോ, അറബ് മാസക്കണക്കിലെ മൂന്നാമത്തെ മാസമാണ് റബിയുൽ അവ്വൽ. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, അങ്ങനെ മൂന്നാമത്തെ മാസം. സാറ് അറബ് വേർഡിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ പോകുമ്പോൾ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളിതിന് എഗൻസ്റ്റ് ആണെന്ന്. എഗെയിൻസ്റ്റ് ആയിട്ട് രണ്ട് പാർട്ടുണ്ട് ആ ക്വസ്റ്റ്യന്. ഒന്നാമത്തെ കാര്യം, റസൂൽ മീൻസ് പ്രോഫറ്റ്, ദൈവദൂതൻ എന്നതിൻ്റെ റസൂലുള്ള എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദൂതൻ. അപ്പോൾ പ്രവാചകൻ ജനിക്കുന്നത് AD 570. അത് ഇംഗ്ലീഷ് കലണ്ടറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് 29 എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഹിജ്റ കലണ്ടർ പ്രകാരം റബിയുൽ അവ്വൽ 12-നാണ്. ഒരു കോയിൻസിഡൻസ് എന്ന് പറയാവുന്നത് ഒരു പക്ഷേ പ്രവാചകന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ദൈവഹിതമായിരിക്കാം. മരിക്കുന്നതും അതേ ദിവസമാണെന്ന് ആണ് വിശ്വാസം. അപ്പോൾ 1570 റബിയുൽ അവ്വൽ 12-ന് ജനിക്കുന്നു. 63-ാമത്തെ വയസ്സിൽ മറ്റൊരു റബിയുൽ അവ്വൽ 12-ന് മരിക്കുന്നു. ഇതാണ് പ്രവാചകൻ്റെ ഒരു സ്ഥിതി. സാറ് ചോദിച്ച ചോദ്യം അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എത്ര കൊല്ലമായി? 1454 മറ്റോ ആയി. 1454 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2024-ലേക്ക് 1570 നിന്ന് കൂട്ടി നമുക്ക് ഏതാണ്ടാവും. അപ്പോൾ ഇപ്പോൾ നബിദിനത്തിന് നേരെ വരുന്ന ചോദ്യം, നബിദിനം ഈ നബിദിനം എന്ന് ഒന്നാണെങ്കിലും ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും നബിദിനം ആഘോഷിക്കുന്നുണ്ട്. സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ദിവസമാകും റബിയുൽ അവ്വൽ 12 എന്ന് പറയുന്ന ഒരു ദിവസം ലോകം മുഴുവൻ നടത്താനുള്ള അസൗകര്യം, അല്ലെങ്കിൽ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ മാസം മുഴുവൻ ആഘോഷിക്കും. റബിയുൽ അവ്വൽ 1 മുതൽ മാസം തീരുന്നത് വരെ. അപ്പോൾ അത് ചിലപ്പോൾ 29 ആവും, 30 ആവും. അപ്പോൾ അങ്ങനെയല്ല, ചാന്ദ്രമാസമാണല്ലോ, ചാന്ദ്രപ്പിറവിയാണല്ലോ. അപ്പോൾ അത്രയും ദിവസങ്ങൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട്. സാറിൻ്റെ ക്വസ്റ്റ്യൻ വളരെ റെലവൻ്റാണ്, ബേസിക്കാണ്. ഒന്ന്, പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനോടുള്ള ലോകത്തിൻ്റെ സമീപനം എന്താണ്, പ്രത്യേകിച്ച് ലോകത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിലപാട് എന്താണ്? 2, ബർത്ത്ഡേസ് ആസ് എ ഹോൾ, ആരുടെയും മനുഷ്യരുടെയും ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ കുറിച്ചുള്ള സമീപനം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യമാണ്. ഒന്ന്, പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ആദ്യകാല മുസ്ലിങ്ങൾ. ഇപ്പോൾ ആദ്യകാല മുസ്ലിങ്ങൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കോണ്ടസ്റ്റ് എടുത്താൽ സുന്നികൾ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നവരാണ്. പ്രവാചകൻ്റെ പ്രകീർത്തനങ്ങൾ ആദ്യമായി എഴുതിയുണ്ടാക്കിയത്. അപ്പോൾ മുസ്ലിങ്ങൾ കേരളത്തിൽ എത്തിച്ചേർന്നിട്ട് ആദ്യമായിട്ട് എഴുതിയ കാവ്യങ്ങളൊക്കെ പ്രവാചകനെക്കുറിച്ചുള്ള കീർത്തനങ്ങളാണ്. പ്രവാചകനെക്കുറിച്ച്, അതുപോലെ സൂഫി വര്യന്മാരെക്കുറിച്ച്, അതുപോലെ പ്രവാചകൻ്റെ കാലത്ത് നടന്ന വലിയ വിശുദ്ധ യുദ്ധങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള കാവ്യങ്ങളാണ്. ആദ്യം അറബിയിൽ എഴുതി, പിന്നീട് അത് ഈ ആദ്യകാലത്ത് മലയാളം അറിയില്ലല്ലോ മുസ്ലിങ്ങൾക്ക്. പതുക്കെ മലയാള ഭാഷ അറബി ലിപിയിൽ എഴുതാനുള്ള ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തു. അതാണ് അറബി മലയാളം എന്നുള്ള ഭാഷ. അപ്പോൾ ആദ്യം അറബി ഭാഷയിലും പിന്നെ അറബി മലയാള ഭാഷയിലും പ്രവാചക കീർത്തനങ്ങളാണ് മുസ്ലിങ്ങൾ ആദ്യം എഴുതിയ കാവ്യങ്ങൾ. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇത്തരം കാവ്യങ്ങൾ എഴുതുന്നതിനാണ്, ഇത്തരം ആഘോഷങ്ങളിൽ പാടാനാണ്. അതുകൊണ്ട് എല്ലാ ഒക്കേഷൻസിലും പ്രവാചകനെ ആദരപൂർവ്വം ആഘോഷിക്കുന്ന ഒരു സമീപനം സുന്നികളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനെതിരായിട്ട് വന്ന മൂവ്മെൻ്റാണ് പിന്നീട് ഇസ്ലാമിനകത്തെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ സലഫികളെന്ന് വിളിക്കുന്ന മുജാഹിദുകൾ, പിന്നീട് വന്ന ജമാഅത്തെ ഇസ്ലാമി, ഇതിലൊക്കെ പിന്നെ ഒരുപാട് കൂട്ടർ അതിനോട് യോജിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രബലമായ 2 കൂട്ടർ, ഈ പരിഷ്കരണവാദികൾ, നബിദിനത്തിനെതിരാണ്. ഫസ്റ്റ് ഓഫ് ആൾ അതിൻ്റെ കാരണം അവർ പറയുന്നത്, ഒന്ന് സ്ക്രിപ്റ്റാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ബർത്ത്ഡേ നബിദിനം പ്രധാനപ്പെട്ട ഒന്നായിട്ട് നബിയോ നബിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത അനുയായികളോ ആഘോഷിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്ന ഒരു റീസൺ. അതുകൊണ്ട് തന്നെ നബി കാണിക്കാത്തതും നബിയുടെ തൊട്ടടുത്ത അനുയായികൾ കാണിക്കാത്തതുമായ ഒന്നും മുസ്ലിങ്ങളും ആഘോഷിക്കേണ്ടതില്ല. അതുകൊണ്ട് നബി ദിനം ഒരു ആഘോഷമല്ല. ഇതിനെ ഒരു ബ്രോഡർ സെൻസിൽ പറയുമ്പോൾ വേറൊന്നുകൂടി ചേർത്ത് പറയും, ജന്മം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ജന്മം മനുഷ്യൻ്റെ യോഗ്യതയല്ല, കർമ്മമാണ് മനുഷ്യനെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഈ മരണം ആഘോഷിക്കുക എന്ന് വെച്ചാൽ മരണദിനം ഓർക്കാം,
ആണ്ട് എന്നൊക്കെ ഞങ്ങൾ പറയും. ആണ്ട് ആഘോഷിക്കും, അതിൻ്റെ പേരിൽ നേർച്ച നടത്തും. പക്ഷേ ജന്മദിനമല്ല ആഘോഷിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ അതിന് വരുന്നൊരു കൗണ്ടർ എന്താ വെച്ചാൽ പ്രവാചകൻ്റെ കാര്യത്തിൽ മരിച്ച ദിവസവും ഇത് തന്നെയാണ്. അപ്പോൾ മരണദിനം കണക്കാക്കിയും എടുക്കാം. എന്തു വന്നാലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ജന്മം, പക്ഷേ ഇത് പറയുന്നവരിന് ഇതിൻ്റെ ഒരു കൗണ്ടറും ഉണ്ട് സാറേ. ഇപ്പോൾ ഈ നബിയുടെ ജന്മം പുണ്യപ്പെട്ട ഒന്നല്ല എന്ന് ഈ പരിഷ്കരണവാദികൾ പറയുമ്പോൾ, ഇപ്പുറത്ത് ഈ കൺവെൻഷനിലായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ജന്മം പ്രധാനമാണെന്നും വിശ്വസിക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ്റെ കുടുംബ പരമ്പരയാണ് നമ്മൾ തങ്ങന്മാർ, സയ്യിദന്മാർ എന്നൊക്കെ വിളിക്കുന്നത്. അഹ്ലു ബൈത്ത് എന്നൊക്കെ അറബിയിൽ പറയും. അപ്പോൾ അവർക്ക് പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് അവർക്ക് ജന്മം പുണ്യപ്പെട്ടതാണ്. പ്രവാചകൻ്റെ കുടുംബത്തിൽ പിറക്കാനിടയായ ഒരാൾ, അല്ലെങ്കിൽ ഒരു വിശുദ്ധനായ ഒരാളുടെ കുടുംബത്തിൽ പിറക്കാനിടയായ ഒരാൾ ഒരു സാധാരണ മുസൽമാനെ പോലെയല്ല. ജന്മത്തിന് എന്തോ വിശുദ്ധിയുണ്ട്, വൈശിഷ്ട്യമുണ്ട് എന്ന് വിശ്വസിക്കും. അതുകൊണ്ട് അവർക്ക് പ്രവാചകൻ്റെ ജന്മദിനം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടതാണ്. പിന്നെ ഈ അതിനെതിരായി വന്ന ഒരു കോമൺ പീപ്പിൾ, സാധാരണ മനുഷ്യരുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഏതെല്ലാം മനുഷ്യരെ ലോകത്തിന് വലിയ തോതിൽ എന്തൊക്കെ പറഞ്ഞാലും വിപ്ലവകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, മനുഷ്യ സേവനത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ മാതൃക കാണിച്ച ഒരാളാണല്ലോ. 7-ാം നൂറ്റാണ്ടിലെ അന്ധകാരം നിറഞ്ഞ അറേബ്യയിൽ ഒരുപാട് പുരോഗതിയുടെ വെളിച്ചം കാണിച്ച ഒരാളാണല്ലോ പ്രവാചകൻ. ആ പ്രവാചകൻ്റെ ഒരു ഓർമ്മ, അത് ജനിച്ച ദിവസമാകട്ടെ മരിച്ച ദിവസമാകട്ടെ, അത് ഓർക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ ചോദ്യം ശക്തിപ്പെട്ട് വന്നപ്പോൾ ഈ പുരോഗമന പക്ഷത്തുള്ളവർ തന്നെ, ഇപ്പോൾ ഈ സാമ്പ്രദായിക പക്ഷക്കാർ, യാഥാസ്ഥികന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഈ സാമ്പ്രദായിക പക്ഷക്കാർ, സുന്നികൾ, അന്ന് കീർത്തനങ്ങൾ പാടും, മൗലിദുകൾ എന്നൊക്കെയാണ് അതിന് പറയുക. കീർത്തനങ്ങൾ പാടും, അന്നദാനം നടത്തും. അത് ചെയ്യുന്ന സമയത്ത് ഇവർ സെമിനാറുകൾ നടത്താൻ തുടങ്ങി. പ്രവാചകനെക്കുറിച്ചുള്ള സെമിനാറുകൾ, പ്രവാചകനെക്കുറിച്ചുള്ള വലിയ സമ്മേളനങ്ങൾ, പ്രവാചകനെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പര ഒക്കെ നടത്താൻ തുടങ്ങി. ഫലത്തിലിപ്പോൾ ഈ റബീഉൽ അവ്വൽ എന്ന മാസം പ്രവാചകൻ്റെ ഓർമ്മ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും ഏതാണ്ട് ആഘോഷിച്ചു വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ചിത്രം അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അപ്പോഴും ഈ ബർത്ത്ഡേസിനോടുള്ള സമീപനം, ജന്മദിനം എന്ന് പറയുന്ന ഒന്ന് പാടില്ല എന്ന ഒരു കടുത്ത സമീപനം. അതിന് 2 കാരണമാണ്. ഒന്ന്, അത് പടിഞ്ഞാറനാണ്, ഒരു പടിഞ്ഞാറ് നിന്ന് വന്നൊരു നീക്കമാണ് അത്. അങ്ങനെ ഒരു സമീപനം പണ്ട് ഈ കേക്ക് കട്ടിങ്, കുട്ടികളുടെ ആഘോഷമൊക്കെ ഉണ്ടല്ലോ, അത് ലോകം മുഴുവൻ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന കാലത്ത് ഇപ്പോൾ മുസ്ലിം വീടുകളിൽ അത് സ്ഥിരമായിട്ടുണ്ട്, പതിവായിട്ടുണ്ട്, എല്ലാവരും അത് സ്വീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് ചോദിക്കുന്നൊരു ചോദ്യം, ഒരു നാട്, ഒരു ജനത, ഒരു കാലം വ്യാപകമായിട്ട് കുട്ടികളുടെ എല്ലാ മനുഷ്യർക്കും അവൻ്റെ ജനിച്ച ദിവസം അവനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസമാണല്ലോ. ആ സന്തോഷം പങ്കിടുന്നത് എന്തിനാണ്? ഈ മതത്തിൻ്റെ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ശരിയോ തെറ്റോ തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? അതായിക്കൂടെ എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ 2 അർത്ഥത്തിലും, സാറ് ചോദിച്ച 2 അർത്ഥത്തിലും, പ്രവാചകൻ്റെ ജന്മദിനമായാലും മനുഷ്യൻ്റെ അനുയായികളുടെ ജന്മദിനമായാലും ആഘോഷിക്കാമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വളരെ വളരെ സോഫ്റ്റായിട്ടുള്ള, താരതമ്യേന സ്വീകാര്യമായൊരു ഉത്തരത്തിൽ അതായിക്കൊള്ളട്ടെ. വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ആയിക്കൊള്ളട്ടെ, അതല്ല സംസ്കാരത്തിൻ്റെ പേരിലായാലും ആയിക്കൊള്ളട്ടെ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബർത്ത്ഡേ എല്ലാ വീടുകളിലും ആഘോഷിച്ചിട്ടുണ്ട് സാർ. മലബാറിലും മലപ്പുറത്തും ഒക്കെ മിക്കവാറും എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ കടപ്പുറത്ത് കേക്ക് കൊണ്ടുവച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച്, അതിലൊന്നും ഇപ്പോൾ വിശ്വാസം നോക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഒരു കുട്ടി പിറന്ന ദിവസമാണ്, ആ കുട്ടിയെയും കൊണ്ട് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ എന്നുള്ള നിലയിൽ അവർ വീട് വിട്ട് പുറത്ത് പോകുന്നു, കടപ്പുറത്ത് അല്ലെങ്കിൽ വീട്ടിലെവിടെയെങ്കിലും കൂടുന്നു, അല്ലെങ്കിൽ ഹാളിൽ ഒത്തുകൂടുന്നു, വീട്ടിലേക്ക് ഗസ്റ്റുകളെ വിളിക്കുന്നു. കുടുംബത്തിനൊന്നും ഒത്തുകൂടാനുള്ള ഒരു അവസരം, കുട്ടിക്കാണെങ്കിൽ അത് സവിശേഷമായൊരു ഒക്കേഷൻ. ഇപ്പോൾ ഇത് മുഴുവൻ ചിത്രീകരിക്കുന്നതുകൊണ്ട്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ് ഉള്ളതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഓർക്കാനൊരു അവസരം, സന്തോഷത്തിൻ്റെ അവസരങ്ങളല്ലേ സാറേ? അതൊന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ മതത്തിൻ്റെ സ്ക്രിപ്റ്റ് വെച്ച് തീരുമാനിക്കേണ്ടതല്ല. അത് പക്ഷേ പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ അത് അംഗീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, ഇതടക്കമുള്ള മറ്റ് പല കാര്യങ്ങളിലും അല്പം വിമർശനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. വിമർശനം കുറച്ച് ക്രൂരമായ വിമർശനങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ സാർ? ഏതാണ് സാർ? പ്രവാചകനെതിരെയുള്ള, നബിക്കെതിരെ? അത് ശരിയാണ് സാർ പറഞ്ഞ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ 1454 എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ വർഷം, ഒരു പക്ഷേ ഈ സമീപകാലത്ത് പ്രവാചകനെതിരെയുള്ള മുമ്പെങ്ങുമില്ലാത്ത വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ ചുവട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്ലാമിനകത്തെ പാരമ്പര്യവാദികളും പരിഷ്കരണവാദികളും ഒന്നും പ്രവാചകനെ അധിക്ഷേപിക്കാറില്ല. എന്നാൽ അടുത്ത കാലം വരെ എതിരാളികളും, ഇപ്പോൾ മറ്റു മതക്കാരാവട്ടെ, ഇസ്ലാമിനകത്ത് തന്നെയുള്ള അവിശ്വാസികളാവട്ടെ, വലിയ തോതിൽ പ്രവാചകനെ ആക്ഷേപിച്ചിരുന്നില്ല. പക്ഷെ ആക്ഷേപിക്കുന്നൊരു പ്രവണത വന്നത് അടുത്ത കാലത്താണ്. അത് 2-3 സോഴ്സിൽ നിന്നാണ്. ഒന്ന്, ഇസ്ലാമിൽ യുക്തിവാദികളുടെ സ്വാധീനം വളരെ ശക്തി. പണ്ടും യുക്തിവാദികളുണ്ട്,
പക്ഷെ പണ്ട് യുക്തിവാദി എന്ന് കേട്ടാൽ ഇന്ത്യൻ യുക്തിവാദി പ്രസ്ഥാനം എന്ന് കേട്ടാൽ സാറിന് ഓർമ്മയുണ്ടല്ലോ. നമ്മളിപ്പോൾ ഓർക്കുന്ന പേരുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഈ ഓർത്തിരുന്ന പേരുകളൊക്കെ തന്നെ അത് എടമറുകായാലും ഈ എ.ടി. കോവൂരായാലും ഇദ്ദേഹം അങ്ങനെയുള്ള MC ജോസഫ് ആയാലും ഒരുപാട് പേര് അങ്ങനെ, ഇപ്പോൾ സഹോദരൻ അയ്യപ്പനായാലും ഈ പ്രമുഖരായ യുക്തിവാദികളൊന്നും മുസ്ലിം പക്ഷത്ത് നിന്ന് വന്നിരുന്നില്ല. ഇപ്പോൾ യു കലാനാഥൻ മാഷ്, പവനൻ, പക്ഷേ കേരളത്തിലെ സമീപകാലത്തൊരു പ്രശ്നം, യുക്തിവാദികൾ മുസ്ലിങ്ങളിൽ നിന്ന് വലിയ തോതിൽ വന്നിരിക്കുന്നു. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ആധുനിക സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായും തൃപ്തികരമായി ഉത്തരം കൊടുക്കുന്നതിൽ മുസ്ലിം പൗരോഹിത്യം പരാജയപ്പെട്ടതിൻ്റെ ഒരു കാരണം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നത്. ഈ പുതിയ ലോകത്തിന് നിരക്കുന്ന മട്ടിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനകത്തുനിന്ന് യുക്തിവാദികളുടെ വലിയ പരമ്പര വരുന്നു. അവർ സ്വന്തം ബ്ലോഗൊക്കെ തുടങ്ങി വലിയ 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 മൂവ്മെൻ്റ് ആയിട്ട് തീരുന്നു. മാത്രമല്ല എക്സ് മുസ്ലിംസ് എന്നൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു യുക്തിവാദികളുടെ കൂട്ടത്തിൽ തന്നെ. സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നൊരു മൂവ്മെന്റ്, ചിലർ എമു എന്ന് പറഞ്ഞ അത് പുച്ഛിച്ച് പറയണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലർ എമു എന്ന് പറഞ്ഞ എക്സ് മുസ്ലിം എന്നുള്ള, അതെ എമു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിംസ് ധാരാളം. അവർ വലിയ മൂവ്മെന്റ്. അതിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ, ആണുങ്ങളെക്കാൾ കൂടുതൽ, വളരെ കൂടുതൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ അത് ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ നിശ്ചിതമായിട്ട് വളരെ ക്രൂരമായി, ഒരു പക്ഷേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇപ്പോൾ ലോകത്തിലെ ഒരു 163 കോടി മുസ്ലിങ്ങളിൽ എനിക്ക് തോന്നുന്നു അവിശ്വാസികളെ മാറ്റി നിർത്തിയാൽ ഒരു 100 കോടി മനുഷ്യരെങ്കിലും പ്രവാചകനെ വലിയ തോതിൽ ആരാധിക്കുന്നവരാണ്. ആരാധിക്കുക മീൻസ് അങ്ങേയറ്റം ആദരിക്കുന്നവരാണ്. അങ്ങനെ ഒരു ജനതയെ പരിഗണിച്ചെങ്കിലും, ആ മനുഷ്യൻ്റെ സെൻറ്റിമെൻസിനെ പരിഗണിച്ചെങ്കിലും ഈ വിമർശനത്തിനൊക്കെ ഒരു 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 മര്യാദ വേണ്ടതാണ്. അത് പാലിക്കാതെ വിമർശിക്കപ്പെടുന്നുണ്ട് യുക്തിവാദികളുടെ പക്ഷത്ത്. 2, ഇപ്പോൾ ഈ വർഗീയത രാഷ്ട്രീയത്തിൽ ശക്തിപ്പെട്ടു വന്നപ്പോൾ, രാഷ്ട്രീയ മതപരമായി തീരുമ്പോൾ കമ്മ്യൂണലായി തിരിഞ്ഞുകൊണ്ട് പരസ്പരമുള്ള വിമർശനങ്ങൾക്ക് വലിയ തോതിൽ, ഇതിനൊക്കെ ഈ സോഷ്യൽ മീഡിയ വലിയൊരു പുതിയ കാലത്തെ മീഡിയ ഒരു വലിയ കൾച്ചർ. അപ്പോൾ RSSൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇസ്ലാം വിമർശനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അജണ്ടയായി വന്നിരുന്നില്ല അടുത്ത കാലം വരെ. അത് സ്പെഷ്യലൈസ് ചെയ്ത അച്ഛന്മാരുണ്ട്, വലിയ തോതിലുള്ള ആളുകളുണ്ട്, സ്കോളേഴ്സ് ഉണ്ട്. അവരാ പറയുന്നതിലൊക്കെ ഇപ്പോൾ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഖുർആനും ഹദീസും വെച്ചിട്ട് നടത്തുന്ന വിമർശനങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അത് വലിയ തോതിൽ സംഘടിതമായി നടത്തുന്ന ഒരു കാലമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഈ 3 വിമർശനങ്ങളാണ് പുതിയ കാലത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു അതേസമയം തന്നെ ഇവരാരും കാണാതെ പോകുന്ന ഒരു തലമുണ്ട്. ഈ 3 കൂട്ടരും കാണേണ്ട ഒരു തലം, പ്രവാചകൻ മാത്രമായി ഒരു പാത വെട്ടി തുറന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുഹമ്മദ് നബി ആവർത്തിച്ച് പറഞ്ഞത്, ഞാൻ സ്വന്തമായി ഭൂമിയിൽ ഒരു പുതിയ വെളിച്ചവും പുതിയൊരു ദൈവത്തെ അവതരിപ്പിച്ചിട്ടില്ല. എനിക്ക് മുമ്പേ വന്ന പ്രവാചകന്മാരെ ആദരിക്കുകയും അനുസരിക്കുകയും അവരുടെ വാക്കുകളെ അംഗീകരിക്കുകയും ചെയ്യാത്ത ഒരാളും എന്നെ അംഗീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, മുൻപ് വന്ന ഇവരൊക്കെ, എബ്രഹാം ആയാലും മോസസ് ആയാലും നോഹ ആയാലും ജീസസിനെയൊക്കെ അങ്ങേയറ്റത്തെ ആദരവോടുകൂടിയാണ് പ്രവാചകൻ അവസാനം പറഞ്ഞുകൊണ്ടേയിരുന്നത്. മാത്രമല്ല ഈസാ നബി അലൈഹിസ്സലാം എന്ന് ചേർത്ത് പറയും എപ്പോഴും. അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവാചകന് കൊടുക്കുന്ന അതേ പരിഗണന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാചകൻ മാത്രമല്ല, ഇപ്പോൾ ഈ ഖുർആനിലാകെ 25 പ്രവാചകന്മാരുടെ പേരേ ഉള്ളൂ. അതിനു മുമ്പ് പേരറിയാത്ത പ്രവാചകന്മാർ, ആദ്യത്തെ ആദം തൊട്ടുള്ളവരൊക്കെ പ്രവാചകന്മാരാണ്. 1,24,000 പ്രവാചകന്മാരുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ പ്രോഫറ്റ്സിനെ കുറിച്ചുള്ള വലിയ സൂചനയുണ്ട്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, ഇവരൊക്കെ പ്രവാചകന്മാരാണ് എന്നതിൻ്റെ സൂചന ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെ ഉള്ള സൂചന, ദുൽകിഫിലി എന്നൊക്കെ പറയുന്ന പ്രവാചകൻ കൃത്യമായിട്ട് കപിലയിൽ പിറന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത്തരം പ്രവാചകന്മാരൊക്കെയുള്ള സൂചനകളുണ്ട്. ഈ പ്രവാചകന്മാരുടെയൊക്കെ വഴി ഒന്നാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകനെ ഒരു ഹ്യൂമാനിറ്റിയുടെ, മനുഷ്യൻ ഒന്നാണ്, ദൈവം ഒന്നാണ്, പ്രവാചക പരമ്പര ഭൂമിയിൽ പ്രചരിപ്പിച്ചത് ഈ ഒരു ഏകത്വമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകനെയാണ് യഥാർത്ഥത്തിൽ ഉയർത്തിക്കാണിക്കേണ്ടത്. അത് ഉയർത്തിക്കാണിക്കുന്നതിൽ ഇസ്ലാമിക സമൂഹം പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആയിട്ട്, സംഘടനകളായിട്ട് പിരിഞ്ഞ് പരസ്പരം ആസ്തിയും ഈ അധികാരവും വർദ്ധിപ്പിക്കാനുള്ള തർക്കത്തിലാണ്. ഇവരൊന്നിച്ച് പറയണം, പ്രവാചകൻ എല്ലാവരുടേതുമാണ്, ഞങ്ങളുടേത് മാത്രമല്ല, ഇസ്ലാമിൻ്റേത് മാത്രമല്ല. ഒരു ഇസ്ലാം എന്നൊരു മതത്തെക്കുറിച്ചല്ല പ്രവാചകൻ സംസാരിച്ചത്, ഹ്യൂമാനിറ്റി എന്ന മതത്തെക്കുറിച്ചാണ്. ഇസ്ലാം ഈസ് ഈക്വൽ ടു ഇൻസാനിയത്ത് എന്ന് പറയും, മനുഷ്യത്വം എന്ന മതത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അവർ പറയണം. ആ പറയുന്നതിൽ ഇസ്ലാമിക സമൂഹം പരാജയപ്പെടുന്നുണ്ട്. 2, അതാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനെ അന്വേഷിച്ച് പോയി പഠിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ പ്രവാചകനെ ഇങ്ങനെ പിൻ പോയിൻ്റ് ചെയ്ത് നിരന്തരമായി അധിക്ഷേപിക്കേണ്ടതുണ്ടോ?
എന്ന ചോദ്യം, പ്രവാചകനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പം നമ്മൾ കടക്കണ്ട. പക്ഷേ പ്രവാചകനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിൻ്റെ കാരണങ്ങൾ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവും ബോധപരവുമായ ഒരു തലം വെച്ച് പരിശോധിക്കുമ്പോൾ അന്ന് റവല്യൂഷണറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അത് പരിശോധിക്കാതെയാണ് ഈ വിമർശനങ്ങളൊക്കെ. അതുകൊണ്ട് പ്രവാചകനെ കുറേ കൂടി കൃത്യമായ ഒരു വിധാനത്തിൽ അവതരിപ്പിക്കാൻ ഈ പുതിയ കാലത്തെ എല്ലാ വിമർശകർക്കും സാധിക്കണമെന്നാണ്. വിമർശകർക്കും അനുയായികൾക്കും, പ്രവാചകൻ്റെ അനുയായികൾക്കും പ്രവാചകൻ്റെ വിമർശകർക്കും ഒരുപോലെ ഒരു പുതിയ വിധാനത്തിൽ, പുതിയ ലോകത്തിനും പുതിയ കാലത്തിനും ചേർന്ന മട്ടിൽ പ്രവാചകനെ അവതരിപ്പിക്കാൻ കഴിയണമെന്നതാണ് ഈ നബിദിനത്തിൽ നമുക്ക് കൊടുക്കാവുന്ന, ലോകത്തിന് കൊടുക്കാവുന്ന, ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികൾക്കും കൊടുക്കാവുന്ന ഒരു സന്ദേശം. ഏതായാലും ഈ നബിദിനത്തിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ എനിക്കാണെങ്കിലും കാണികൾക്കാണെങ്കിലും വെരി എൻലൈറ്റനിങ് ആൻഡ് എൻ്റർടൈനിങ്. സന്തോഷം. ഇത് തന്നെയാണ് നമുക്ക് നിർവഹിക്കാനുള്ള മാനവികമായൊരു ധർമ്മം. സന്തോഷം സർ. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.